അവസാനിച്ചു എന്ന വിവരമാണ് പുറത്തേക്ക് ലഭിക്കുന്നത്. നമുക്ക് മുഹമ്മദ് റിയാസിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇതിന്റെ ഭാഗമായി വന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഇടപെടലിനെ അന്ന് തന്നെ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ വശം പാർട്ടി ചൂണ്ടിക്കാട്ടി. ആ അന്വേഷണവുമായിട്ട് എല്ലാ നിലയിലുമാണ് ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ ഉടമ സഹകരിച്ചത് നമുക്കറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നു. ഞാന് ചെറിയ പനി കാരണം കുറച്ച് 2 ദിവസമായിട്ട് വീട്ടിൽ മുതിർന്നവരാണല്ലോ, അവർക്ക് പനി വരേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ ഇല്ലായിരുന്നതാണ്. തിരുവനന്തപുരത്തും ഇന്ന് കിട്ടിയ പനിയാണ്. അപ്പോൾ അത് കാരണം മുതിർന്ന മാതാപിതാക്കളൊക്കെ അതിന്റെ ഭാഗമായി പ്രയാസപ്പെടേണ്ടതുകൊണ്ട് ഞാൻ കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് താമസം. അപ്പോൾ ഇന്ന് രാവിലെ സംഭവം ഉണ്ടായി. പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായിട്ട് തന്നെ സംസാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞവർ പോയിരിക്കാൻ അതിന്റെ കടലാസ് നോക്കി മറ്റുള്ളവരോടൊക്കെ സംസാരിച്ചു. മറ്റു ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല, പരിശോധനയിൽ പറഞ്ഞിരിക്കുക. സംഭവം നടന്ന സമയത്ത് തന്നെ രാവിലെ ഞാൻ അറിഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇവിടെ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ പുതിയ കാലത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ദേശീയ അന്വേഷണ ഏജൻസികളെ വെച്ച് വേട്ടയാടുന്നു. അവരോട് ഒരു കാര്യം വളരെ വിനയത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. CPIM-ൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ ജനപ്രതിനിധിയാവും, MLA ആവും, മന്ത്രിയാവും, അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലാവും എന്നൊന്നും കരുതിയിട്ടല്ല പ്രവർത്തിച്ചത്. പക്ഷെ ഒന്ന് കരുതിയിരുന്നു, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണ്. പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിന് ഏത് തരത്തിലുള്ള ഭീഷണി വന്നാലും ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ ജീവൻ പോയാലും തല പോയാലും നിന്ന് പോരാടും എന്ന് കരുതിയിട്ടാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഓരോ സംഗതികളൊക്കെ കാട്ടി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടാൻ. സംഘപരിവാറും കേന്ദ്ര സർക്കാർ ഉയർത്തുന്ന തെറ്റായ നിലപാടിന് ഇനിയും തുറന്നു കാണിക്കും. അതിന് ED അല്ല, ഇനി അതിലും വലിയ D വന്നാലും ഒരു പ്രയാസമില്ലാതെ നേരിട്ട് മുന്നോട്ട് പോകും. രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി തുടരും. ഇതിന്റെ മറ്റു വശങ്ങളിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ജനറൽ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മുകളിലല്ല ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ തിരക്കൂട്ടല്ലേ. ഞാൻ ഇതിന്റെ മറ്റു വശങ്ങളിലേക്കൊന്നും ഇപ്പൊ കിടക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും പറയാനുള്ളൂ. അല്ല, ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി ജനറൽ സെക്രട്ടറിയൊക്കെ പറഞ്ഞു. ഞാനിപ്പോ അത് കഴിഞ്ഞ് ഇവിടേക്ക് വരികയാണല്ലോ. അപ്പൊ ഞാൻ നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സീനാവും, അങ്ങോട്ട് കടത്തി വിടില്ല, അല്ലെങ്കിൽ പ്രശ്നമാവും. പിന്നെ ഞാൻ സമ്മർദ്ദം ചെലുത്തി എന്നൊക്കെയുള്ള പ്രശ്നം ഞാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായും പാർട്ടിയുമായും കൂടിയാലോചിച്ചപ്പോൾ അപ്പോൾ വരേണ്ടതില്ല, ഇത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത് കേൾക്കട്ടെ. അതുകൊണ്ടാണ് വന്നത്. അപ്പൊ ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, ഞാൻ ജസ്റ്റ് വരെ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇനിയൂടെ ഉണ്ട്, ഇനിയും നമുക്ക് കാണാം. അല്ല, അതിലേക്കൊന്നും ഞാനിപ്പോ ആ വശത്തിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. ഇനിയും നമുക്ക് കാണാം. പിന്നെ ഒന്നുകൂടി പറയും, CPIM-ൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇതൊക്കെ നേരിടേണ്ടി വരുമെന്ന് കരുതിയിട്ട് തന്നെയാണ് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ആ പ്രവർത്തനം ഇനി ശക്തമായിട്ടുണ്ട്. യെസ്, ഇതാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം. സ്വാഭാവികമാണ്, രാഷ്ട്രീയമായി തന്നെ ഇതിനെ നേരിടും എന്നുള്ളതാണ് CPIM-ന്റെ പൊതുവായ പ്രതികരണമായി വരുന്നത്. ഇത് രാഷ്ട്രീയമായ വേട്ടയാടൽ ആണ് എന്നതാണ് CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി പറഞ്ഞത്. രാഷ്ട്രീയമായ വേട്ടയാടൽ എന്നതായിരുന്നു CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ പ്രതികരണം. CPIM ഇത് ഒരേ സ്വരത്തിൽ തന്നെയാണ് വിലയിരുത്തുന്നത്, ഒരേ സ്വരത്തിലുള്ള പ്രതിഷേധവും ആണ് ഉയരുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ ആണല്ലോ ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നതിനെ അത് നിയമപരമായി നേരിടേണ്ട ഒന്നാണ്. പക്ഷേ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തെ പൊളിറ്റിക്കലി വേട്ടയാടുന്നു,
അതിന് പിണറായി വിജയനിലേക്ക് എത്തിക്കുന്നു, CPM-ലേക്ക് എത്തിക്കുന്നു. അതാണ് ഇപ്പോഴും CPIM ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അരുണായിരുന്നു തിരുവനന്തപുരത്ത് എന്ന വാർത്ത നൽകിക്കൊണ്ടിരുന്നത്. അരുൺ, അവിടെ പരിശോധന ഇനിയിപ്പോൾ ഒരുപാട് നീളുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം മറ്റിടങ്ങളിലൊക്കെ പരിശോധന ഏതാണ്ട് പൂർത്തിയായി അവർ മടങ്ങിയിട്ടുണ്ട്. ഇവിടെയും ചില സാങ്കേതികമായ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ അവിടുന്ന് പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്നുവെങ്കിൽ അത് ഔദ്യോഗികമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഒന്നും പിടിച്ചെടുക്കുന്നില്ല എങ്കിൽ അക്കാര്യവും വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ EDയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ആ ഡോക്യുമെന്റിന്റെ പ്രാധാന്യം എന്താ, അതൊന്നും നമുക്ക് പിടിച്ചെടുത്താലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയായി ഏതാണ്ട് 3 മണിക്ക് മുമ്പ് തന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങും എന്ന് വേണമോ നമുക്ക് പ്രതീക്ഷിക്കാൻ? അങ്ങനെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനപ്പുറത്തേക്ക് കാര്യമായി അകത്ത് റെയ്ഡുടെ ഉദ്യോഗസ്ഥരുമായൊന്നും ഒരു കോൺടാക്ട് ഇവിടെ ആർക്കും ഇതുവരെ ഇല്ല. പക്ഷേ റെയ്ഡ് നേരത്തെ തന്നെ പൂർത്തിയായി. ഇതിന്റെ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ എന്തെല്ലാം രേഖകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും, അല്ലെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതുമൊക്കെ രേഖപ്പെടുത്തേണ്ട നടപടിക്രമം ബാക്കിയുണ്ട്. അതാകും ഒരുപക്ഷെ ഇപ്പോൾ നടക്കുക. അകത്തുനിന്ന് ആരും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഈ ഉള്ളിലുള്ള ഉദ്യോഗസ്ഥർ മാത്രം. പക്ഷേ ഇവിടെ പോലീസിലൊക്കെ കൃത്യമായ നിർദ്ദേശം നേരത്തെ ലഭിച്ചിരുന്നു. അല്പസമയത്തിനകം റെയ്ഡ് അവസാനിക്കും. പുറത്തേക്ക് ഇറങ്ങി ഈ അന്വേഷണ സംഘം ഉദ്യോഗസ്ഥർ എത്തുമെന്ന സൂചനകളൊക്കെ നേരത്തെ പുറത്തു വന്നു. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ CPM-ന്റെ സംസ്ഥാന സമിതി അടക്കമുള്ളവർ ഇവിടെയുണ്ട്. റെയ്ഡ് ഏകദേശം പൂർത്തിയായെന്നൊരു സൂചനയാണ് വരുന്നത്. റെയ്ഡ് പൂർത്തിയായെന്ന് 1 മണിക്കൂറായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എത്ര സമയമാണല്ലോ പ്രധാനം. 7 മണിക്കൂറായി റെയ്ഡ് തുടരുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലായിരിക്കും. ഇപ്പോൾ പൂർത്തിയായ സ്ഥലങ്ങളിൽ നിന്ന് അവർക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതെന്നാണ് കേൾക്കുന്നത്. ഇതൊരു അന്യായമായി പോയി, ഇത് മര്യാദകേടായി പോയി. യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു. 7 മണിക്കൂറിലേറെയായി CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്, പ്രതിപക്ഷ നേതാവിന് പുറം ലോകവുമായി ബന്ധമില്ലാത്ത തരത്തിൽ ഒരു തടങ്കൽ പോലെയല്ലേ ശരിക്കും? അതെ, നിശ്ചയമായിട്ടും അവർക്ക് എന്തെങ്കിലും ഇക്കാര്യത്തിൽ വീണയിൽ നിന്ന് എന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ കടലാസുകളോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവർ ചോദിച്ചാൽ കിട്ടുമായിരുന്നല്ലോ. അവർ കൊടുത്തില്ലെങ്കിൽ മാത്രമല്ലേ അതിക്രമിച്ച് വീട്ടിൽ കയറേണ്ട കാര്യമുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവിനെ ഒരു കാരണവും കൂടാതെ തടങ്കലിൽ വെച്ചേക്കല്ലേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.